സ്മൃതി, എനിക്കൊന്നു നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളിൽ ചിലർ ഈ സിദ്ധാർത്ഥൻ്റെ ബന്ധുക്കളാണ്, ഇന്ദിരയുടെ ബന്ധുക്കളാണ്, പെൻഷൻ വാങ്ങാതിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രതിപക്ഷം തെരുവിലിറങ്ങുന്നത് അവർക്ക് വേണ്ടിയാണ്. പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമാണത്. പ്രതിപക്ഷം പിന്നീട് എന്താണ് ചെയ്യുന്നത്? തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഞങ്ങളിതാ അളവ് നോക്കി ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോകുന്നു എന്ന് ലോകത്ത് ഒരു പ്രതിപക്ഷവും പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അതിൽ പ്രതിപക്ഷം തെരുവിലിറങ്ങുന്നതിന് അളവെടുക്കാൻ വരുന്ന ഒരു രീതി ശരിയല്ല എന്നതാണ് എൻ്റെ പക്ഷം. അതാണ് എൻ്റെ നിലപാട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിൽ ഇന്ദിരയുടെ ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് വലിച്ചൊഴിച്ചു കൊണ്ടുവന്നത് തെറ്റാണ് എന്ന് പറയുന്നത് സാങ്കേതികമായ അർത്ഥത്തിൽ തെറ്റാണെന്ന് പറയാം. പക്ഷേ നിങ്ങൾ നോക്കൂ, അവിടെ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 5 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നേരത്തെ എം വി നികേഷ് കുമാർ പറഞ്ഞ സമീകരണം ശരിയല്ല. കാരണം വയനാട് എന്തുകൊണ്ട് പ്രതിഷേധമുണ്ടാകുന്നു? വയനാടിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രതിഷേധമുണ്ടാകുന്നത്. അവിടെ പുൽപ്പള്ളിയിൽ ആളുകൾ പ്രതിഷേധിച്ചത് റേഡിയോ കോളറുള്ള ആന വന്നതുകൊണ്ടല്ല, അവിടെ നല്ല കോളറിട്ട വനവകുപ്പ് മന്ത്രി വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വനവകുപ്പ് മന്ത്രി വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ആദ്യഘട്ടത്തിൽ പുൽപ്പള്ളിയിൽ സമരം ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ജനപ്രതിനിധികളെ അവർ അവിശ്വസിച്ചത്. അതുകൊണ്ടാണ് അവർ സമരം ചെയ്തത്. അസിസ്റ്റന്റ് കളക്ടർ വരണമെന്ന് പറഞ്ഞത് കളക്ടർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായി. കാരണം അവിടെ കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടാതെ പോയി. അവരെ വഞ്ചിക്കുകയായിരുന്നു ഈ സർക്കാർ ചെയ്തത്. ഫെൻസിങ്ങിൻ്റെ പേരിൽ വഞ്ചിച്ചു. 602 കോടി രൂപയുടെ ഈ വന്യജീവി ലഘൂകരണത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നു. എവിടെ നടപ്പിലാക്കി? ഒന്നും നടപ്പിലാക്കിയില്ല. വനംവകുപ്പ് മന്ത്രി അക്ഷരാർത്ഥത്തിൽ ഈ മയക്കുവെടി കൊണ്ട ആളെ പോലെ എന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് നേതാവ് പറഞ്ഞതുപോലെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും സംഭവിച്ചത് അതാണ്. അന്ന് വയനാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇടുക്കിയിൽ, പാലക്കാട്, അവിടെ ധോണിയുടെ സമീപത്തുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ഈ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള എന്ത് പദ്ധതിയാണ് ഈ സർക്കാരിനുള്ളത്? ശശീന്ദ്രന്റെ ഇന്നത്തെ പ്രതികരണവും കോൺഗ്രസിന്റെ രാഷ്ട്രീയ കളി എന്നുള്ളതാണ്. കോൺഗ്രസ് മാത്രമല്ല, കാട്ടാൻ ആക്രമണത്തിൽ വയനാട് ഒരു കർഷകൻ കൊല ചെയ്യപ്പെടുമ്പോൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? വന്യജീവികൾ കാട്ടിൽ ജീവിക്കുന്നവരാണ്, അവർ നാട്ടിൽ വരുന്നു. അതിലെന്താണ് ഇത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമെന്നാണ്. നോക്കൂ, ഇത്രയധികം ഇൻസെൻസിറ്റീവായിട്ട് ഈ വിഷയത്തെ സമീപിക്കുന്ന വനംവകുപ്പ് മന്ത്രി ആന വരുന്നത് കുറവായിരുന്നു. ഇപ്പോൾ പിണറായി വിജയന്റെ കാലത്ത് ആന വരുന്നു കൂടുന്നു എന്ന രൂപത്തിലല്ല നമ്മൾ ഇതിനെ കാണുന്നത്. ആനകളുടെ എണ്ണം പെരുകിയിട്ടുണ്ട്, കാട്ടുമൃഗങ്ങളുടെ ഈ തരത്തിൽ കടുവകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. വയനാട്ടിൽ ഈ പറയുന്ന തണ്ണീർക്കൊമ്പനും ഈ പറയുന്ന റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയും ഒക്കെ വരുന്നതിനേക്കാൾ എണ്ണത്തിൽ കുറവാണ് വനംവകുപ്പ് മന്ത്രിയുടെ സന്ദർശനം. വനംവകുപ്പ് മന്ത്രി വരുന്നതിൻ്റെ ഇരട്ടിയിലധികം ഈ കാട്ടാന ഇറങ്ങി നാട്ടിൽ വരുന്നുണ്ട്. അതാണ് അവിടെ മനസ്സിലാക്കുന്നത്. അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ ചേർത്ത് പിടിക്കാൻ സർക്കാരില്ല എന്ന തോന്നലുണ്ടാക്കുമ്പോൾ പ്രതിപക്ഷം നയിക്കുന്ന വഴിയിലൂടെ അവർ പോകും. അങ്ങനെയാണല്ലോ ഭരണമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വയനാട്ടിൽ ഈ സിദ്ധാർത്ഥന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ആനയുടെ കാര്യത്തിലാണെങ്കിലും ശരി, പ്രതിപക്ഷം ഉയർത്തുന്നതിന് കാരണമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറ്റൊരു വിഷയമാണ്. അതിൽ കേന്ദ്രത്തിന്റെ വിഹിതമടക്കമുള്ള വിഷയങ്ങളുണ്ട്. അത് നമ്മൾ വിശാലമായി ചർച്ച ചെയ്ത വിഷയമാണ് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ നിലപാട്. Meet the editors.